ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് ലിജ ജോൺ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഒരു വലിയ ഡ്രീം അച്ചീവ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് 4 മാസം 4 months കൊണ്ടാണ് ഞാൻ ആ ഒരു സാധനം അച്ചീവ് ചെയ്തിരിക്കുന്നത്. ലിറ്ററലി പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഐ മാനിഫെസ്റ്റഡ് ഇറ്റ്. ക്യാൻ യു ഗസ് ഞാൻ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഗസ് ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെ എനിക്ക് മീൻസ് കാര്യം പറഞ്ഞ് ഈ ഒരു വീഡിയോ ഫിനിഷ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അത്രത്തോളം എക്സൈറ്റ്മെൻറ്റിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്. ഞാൻ പറയാം, എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു വീഡിയോയിൽ എനിക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് മേ ബി ഈ ഒരു വീഡിയോ പാർട്ടായിട്ടായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വലിച്ചു നിട്ടുന്നില്ല, ഞാനത് ഡിസ്ക്ലോസ് ചെയ്യാൻ പോവാണ്. 1, 2, 3. യെസ് ഗൈസ്, ഐ മാനിഫെസ്റ്റഡ് മൈ ഡ്രീം കാർ. ഞാൻ എൻ്റെ സ്വന്തം കാർ വാങ്ങിച്ചു ഗൈസ്. എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ ലിവിങ് റൂമിൽ നിൽക്കുവാണ്. ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യട്ടെ. ലൈറ്റ് ഓൺ ചെയ്യുന്ന കാര്യം മറന്നുപോയി. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കാറിൻ്റെ വിശേഷങ്ങൾ പറയാം. ഏത് കാറാണ്, നമ്മൾ എങ്ങനെയാണ് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞല്ലോ 4 മാസം കൊണ്ടാണ് ഞാൻ ഈ ഒരു കാറ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ വാങ്ങിച്ചു ഗൈസ്. അപ്പം വീട്ടിൽ കൊണ്ടുവന്നു. എനിക്കറിയത്തില്ല എങ്ങനെ പറയണമെന്ന്. ഓക്കെ, പറയാം. ഞാൻ ഫസ്റ്റ് സ്റ്റോറി മുതൽ പറയാം. എനിക്ക് കാർസിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നേ. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ റിങ് ഒന്ന് എടുത്തിട്ടോട്ടെ. ഇട്ടു. അപ്പോൾ എനിക്ക് കാർസിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതൽ ഒരു കാർ ഗായ് എന്ന് പറയാൻ പറ്റത്തില്ല, കാർ ഗേൾ ആയിരുന്നു വേണമെങ്കിൽ പറയാം. ഇതിലേക്കൂടെ ഒരു കാറ് പോയാലും ഞാൻ ശ്രദ്ധിക്കും. ഞാൻ ഇങ്ങനെ നോട്ടീസ് ചെയ്യുമായിരുന്നു കാറ് മാത്രമല്ല, കാറിൻ്റെ നമ്പർ വരെ. അതുപോലെ എനിക്ക് ഈ ഫാൻസി നമ്പേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ഈ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ ഒക്കെ ആളാണല്ലോ. അപ്പം നമുക്ക് ഈ നമ്പറിലും ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ റീസെൻറ്റ് ടൈം വരെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് എൻ്റെ സ്വന്തം കാറ് വാങ്ങിക്കാൻ പറ്റും ഉടനെ എന്ന്. പക്ഷേ നമ്മൾ എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ്സിൻ്റെ ആളായതുകൊണ്ട് എപ്പോഴും ഞാനിങ്ങനെ അഫർമേഷൻ പറയായിരുന്നു. ഞാൻ എൻ്റെ ഡ്രീം കാറ് വാങ്ങിച്ചു, താങ്ക് യു. അതുപോലെ കാറിൻ്റെ പേരും എല്ലാം പറഞ്ഞിട്ട് ഞാൻ പറയും. അതുപോലെ നമ്മുടെ കാർ പോർച്ചിൽ വന്നിട്ട് എൻ്റെ കാർ അവിടെ കിടക്കുന്നു, നമ്മുടെ കാർ അവിടെ കിടക്കുന്നു എന്നൊക്കെ ഞാനിങ്ങനെ അസ്യൂം ചെയ്യും, ഇമാജിനേഷൻ ചെയ്യും, വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യെങ്കിലും നമുക്ക് റിയാലിറ്റിയിൽ എല്ലാം നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ. സോ നമുക്ക് ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഈ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് ഇത്ര നാളിനുള്ളിൽ പോസിബിൾ ആണോ അല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കത്തില്ലേ. ആ സംഭവം വെച്ച് നോക്കിയപ്പോൾ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചതേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ നവംബറിൽ ഇങ്ങനെ ചുമ്മാ ചിന്തിച്ചതാണ് എനിക്ക് കാറ് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് ട്രാവൽസ് ഒക്കെ അത്യാവശ്യം കൂടുതൽ ഉള്ള ഒരു ടൈമാണ്. ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഇത്രയും മാസങ്ങൾ. അപ്പോൾ എനിക്ക് കാറ് വേണം. ദെൻ ഇതിന് ശേഷം നമുക്ക് ട്രാവൽ ഉണ്ട്. പക്ഷേ ഇത്രയും മാസങ്ങളിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ട്രാവൽസ് കൂടുതൽ വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിങ്ങനെ ചിന്തിച്ചാണ് കാറ് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ ചുമ്മാ മാനിഫെസ്റ്റേഷനിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതാണല്ലോ. അപ്പം ഞാൻ അതും ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ ഏത് കാർ വേണമെന്ന് ഡിസൈഡ് ചെയ്യണം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേവറേറ്റ് കാർ ബ്രാൻഡ് എന്ന് പറയുന്നത് ടൊയോട്ടയാണ്. പിന്നെ വേറെ മറ്റ് ലക്ഷറി പ്രീമിയം കാർസ് എല്ലാം ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഇഷ്ടമാണ്. പക്ഷെ എന്നാലും നമുക്ക് അഫോർഡബിൾ റേറ്റ്സ് നോക്കുമ്പോൾ നമ്മൾ ടൊയോട്ട ഭയങ്കര ഒരിതാണ്. ആ ബ്രാൻഡിനോട് എനിക്ക് ഭയങ്കര ഒബ്സഷൻ തന്നെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പം ഹാച്ച് പാക്ക് കാറ് മതി എന്ന് വിചാരിച്ചു. എനിക്ക് ഒരു സിംഗിൾ ഗേൾ എന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കിയപ്പോഴും പിന്നെ ഫാമിലിയാണെങ്കിൽ പപ്പയും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. പിന്നെ ചേട്ടനും ചേച്ചിയൊക്കെ എബ്രോഡാണ്. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാനൊരു നല്ല കാറ് നോക്കിയപ്പം ഐ ഫൗണ്ട് ഗ്ലാൻസ് കണ്ടുപിടിച്ചു. ഗ്ലാൻസ് എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബലേനോയെക്കാട്ടിലും ഗ്ലാൻസ് എന്ന് പറയാൻ ഞാൻ അത് ചൂസ് ചെയ്യാൻ കാര്യം ആ ഒരു ബ്രാൻഡിനോടുള്ള ഒരു ഒബ്സഷൻ തന്നെയായിരുന്നു ഗൈസ്. അതെ, അങ്ങനെ ഞാൻ അതിനെപ്പറ്റി ചുമ്മാ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നോക്കും. വീഡിയോസ് എല്ലാവരെയും പോലെ തന്നെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണും ഒക്കെ ചെയ്യുമായിരുന്നു. യെസ്, അങ്ങനെ ആ ഒരു ഇതെല്ലാം അതിലോട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോഴും നമുക്ക് ഒരു ഇതില്ല, ഞാൻ എടുക്കാൻ പോവാണെന്നൊന്നും ഒരു ഇതില്ല.
അപ്പം സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, നമ്മൾ കൂടുതൽ ഒരു കാറിനെ പറ്റി അല്ലെങ്കിൽ ഒരു സാധനത്തെ പറ്റി സെർച്ച് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ആണെങ്കിലും എല്ലാം നമുക്ക് വന്ന് കിടക്കും. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴല്ലേ എനിക്ക് ഗ്ലാൻസാണ് നോട്ടിഫിക്കേഷൻ വരും. ഞാൻ അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് അപ്പം എടുത്തിടും. എന്തിനാണെന്നറിയാമോ, ഈ ഒരു വീഡിയോ ഞാനിങ്ങനെ ഒരിക്കൽ വൺ ഡേ ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പം എനിക്ക് ആ വീഡിയോയിൽ ആഡ് ചെയ്യണ്ടേ, ദാ ഗായ്സ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിനെ പറ്റി പെട്ടെന്ന് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ. അതിനുവേണ്ടി ഞാൻ അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ എടുത്തിട്ടു. 2025 മോഡൽ അല്ലെങ്കിൽ 24 മോഡൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തു. അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. 222, 888 അങ്ങനെ കുറേ നമ്പേഴ്സ്. അതുപോലെ എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു നമ്പറാണ് 5262. ഓക്കെ, അതുപോലെ 52, 62 ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. എങ്ങനെയായി ഞാൻ എന്ത് ചെയ്തു, ഇതിനെപ്പറ്റി ഇച്ചിരി സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിലാണ് ഞാൻ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ ഈ സാധനം ഞാനിങ്ങനെ മാനിഫെസ്റ്റേഷൻ അഫർമേഷൻസ് എഴുതുന്നുണ്ട്, വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല, ഞാനിത് വേറെ സേവിങ്സും കാര്യങ്ങളും ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ഫെബ്രുവരിയിൽ ഒരു ദിവസം ഞാനിങ്ങനെ അമ്മയോട് ചുമ്മാ ഒന്നിങ്ങനെ പറഞ്ഞു, നമുക്ക് കാർ എടുത്താലോ, ഞാൻ ഒരു കാർ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, നീ എടുത്തോ, തമാശയ്ക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ ഷോറൂമിൽ ഒന്ന് എൻക്വയറിക്ക് വേണ്ടി വിളിച്ചതാണ്. അവർ തിരിച്ചു വിളിച്ചു. അങ്ങനെ നമ്മൾ കാറ് ബുക്ക് ചെയ്തു ഗൈസ്. വെറും ഒറ്റ ദിവസത്തെ ഇതേ ഉള്ളൂ. എൻക്വയറിക്ക് വിളിച്ചു, അന്ന് തന്നെ ഞാൻ ബുക്ക് ചെയ്തു കേട്ടോ. അങ്ങനെയായി. പിന്നീട് കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കാറിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. എനിക്ക് തോന്നുന്നു ഇതൊരു പാർട്ടായിട്ടേ ഞാൻ വീഡിയോ ചെയ്യത്തുള്ളൂ. അപ്പോൾ വീഡിയോസിൽ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഞാൻ കാറ് മാനിഫെസ്റ്റ് ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ, ഞാൻ എഴുതിയ അഫർമേഷൻസും സ്വിച്ച് വേർഡ്സും ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടേ, അതുപോലെ ഞാൻ യൂസ് ചെയ്ത ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അതെല്ലാം നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാറും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി, നമുക്ക് ടാരറ്റ് റീഡിംഗ് ഉണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ പല കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുവേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പം താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യും. നിങ്ങളുടെ ഡ്രീം കാറൊക്കെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക ഗൈസ്. അപ്പം ബൈ, ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.